ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് അടുത്തുള്ള വാഴാന ഡാമിലേക്കാണ്. ഈ ഡാമിൻ്റെ മറ്റൊരു പ്രത്യേക മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഡാമുകളൊന്നാണ് വാഴാൻ ഡാം. ഈ കാണുന്നതാണ് ഡാമിൻ്റെ റെസ്റ്റോറൻറ്റ് കാഴ്ച. അതിരസകരമാണ് ഈ റെസ്റ്റോറൻറ്റ് കാഴ്ച. കണ്ണെത്താ ദൂരത്ത് നമുക്ക് മലനിരകളും അതിനപ്പുറം നിരവധി മലകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മലനിരകളാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത്. ഈ റെസ്റ്റോറൻറ്റ് നടപ്പടി ചെന്നെത്തുന്നത് ഡാമിൻ്റെ ഷട്ടറിൻ്റെ അവിടേക്കാണ്. അവിടെ ഒരു പവലിയൻ ബിൽഡിങ്ങും ഹാങ്ങിങ് ബ്രിഡ്ജും ഒക്കെയുണ്ട്. ഈ നടപ്പുറത്തോട് നടക്കുമ്പോൾ വാഴാൻ ഡാമിൻ്റെ ഗാർഡനും കുട്ടികളെ പാർക്കും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു തന്നെ ഫീലാണ് അവിടെ. ഈ കാണുന്നതാണ് പവലിയൻ ബിൽഡിങ്ങുള്ള സ്ഥലം. നമ്മൾ ആദ്യം അവിടേക്കാണ് പോകുന്നത്, പവലിയൻ്റെ അവിടേക്ക്. ഈ പവലിയൻ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കുളവും ഈ കുളത്തിൻ്റെ ബാക്കിലായി നിരവധി മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു അന്യായ ഫീലാണ് കേട്ടോ. ഈ പവലിയൻ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്യായ ഫീലാണ് കേട്ടോ ഇവിടെ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് വാഴാൻ ഡാം. മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഇടം തന്നെയാണ് ഇവിടെ. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു 3 മണി സമയത്താണ്. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. മുന്നോട്ട് നടക്കുന്ന ഭാഗത്ത് ചെന്നെത്തുന്നത് ഡാമിൻ്റെ ഷട്ടറിൻ്റെ എവിടേക്കാണ്. ഈ ഷട്ടറിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ചെന്നെത്തുന്നത് ഹാങ് ബ്രിഡ്ജിലേക്കാണ്. ഈ ഹാങ് ബ്രിഡ്ജ് നോക്കുമ്പോൾ ഡാമിൻ്റെ ഷട്ടർ അതിവിശാലമായി കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഡാമിൻ്റെ ഹാങ് ബ്രിഡ്ജിലേക്ക് നടക്കുന്നത്. വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജും അതിൽ നടപ്പാൻ നമുക്ക് നൽകുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ഷട്ടർ വന്ന സമയത്താണെങ്കിൽ ഇതന്നെ ഫീലാണ്. ഈ ഹാങ് ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ച അതിരസകരമാണ്. നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഡാമിൻ്റെ ഷട്ടർ വന്ന സമയത്ത് ഈ വെള്ളം പോകുന്ന ഹാങ് ബ്രിഡ്ജ് അടിയിൽ മഴവില്ലൊക്കെ കാണാൻ സാധിക്കും. ഒരു തന്നെ ഫീലാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിരവധി മരങ്ങൾ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് മഴ ഡാമിൻ്റെ ഷട്ടർ. ഇത് വ്യക്തമായി കാണാൻ സാധിക്കുക നമുക്ക് ഹാങ് ബ്രിഡ്ജിന് മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ്. ഞാനൊരു സൺഡേയിലാണ് കേട്ടോ വാഴ ഡാമിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് സൺഡേ. അതുപോലെ വടക്കാഞ്ചേരിയിൽ നിന്ന് 7 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്ന് 24 കിലോമീറ്ററിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. മുന്നോട്ട് പോയി ചെല്ലുമ്പോൾ നമുക്ക് ഒരു കനാൽ കാണാൻ സാധിക്കും. ഈ കനാലിലൂടെ വെള്ളം ഒഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിരസകരമാണ് കാഴ്ച. അത് ഫോഴ്സിലൂടെയാണ് വെള്ളം കടത്തുന്നത്. കൃഷിക്കും കുടിവെള്ളത്തിനുമായാണ് വാഴാൻ ഡാമിൽ വെള്ളം ഉപയോഗിക്കുന്നത്. വടക്കാഞ്ചേരി, തെക്കങ്കര, കുന്നംപറമ്പ്, മുണ്ടത്തിക്കോട്, കേച്ചേരി എന്നിവിടങ്ങളിലേക്കാണ് മെയിനായി ഇവിടുന്ന് വെള്ളം ഒഴുകുന്നത്. ഈ കനാലിലൂടെ വെള്ളം അതിശക്തമായാണ് ഒഴുകുന്നത്. നോക്കൂ, ഡാമിൽ വെള്ളം ഒഴുകുന്നത് അത് ഫോഴ്സിലൂടെയാണ്. ഈ നടപ്പാൻ ചെന്നത് വാഴ ഡാമിൻ്റെ ഗാർഡനിലേക്കാണ്. ഈ ഗാർഡനും അതുപോലെ പാർക്കും ഒക്കെ കാണേണ്ടതാണ്. നന്നായി നീറ്റായിട്ട് അതിന് ക്ലീനിങ് ആയിട്ട് സംബന്ധിച്ച് പോകുന്നു. കുട്ടികളെ പാർക്കുമായാലും അതുപോലെ ഗാർഡനിലെ ചെടികളുമൊക്കെയായി നന്നായി പരിപാലിച്ചു വന്നു. ഇവിടേക്കുള്ള സന്ദർശനം വരുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ്. മുതിർന്നവർക്ക് 20 രൂപയുമൊക്കെയാണ് എൻട്രി ഫീസ് വരുന്നത്. ഈ ഗാർഡനിലേക്ക് നമുക്ക് ചെന്നെത്തുമ്പോൾ നെൽക്കതിരും പിടിച്ചു നിൽക്കുന്ന ഒരു പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു അന്യായ കാഴ്ച തന്നെയാണ്. അതുപോലെ 3-4 വാട്ടർ ഫൗണ്ടൈനുകളുണ്ട് വാഴാൻ ഡാമിൽ. അത്യാവശ്യം നീറ്റായി സംരക്ഷിച്ചു പോരുന്ന ഇടമാണ് ഇവിടം. അതുപോലെ ബുഷ് കൊണ്ട് പല രൂപങ്ങളും കട്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ചെടികളുടെ ഇടയിലൊക്കെ സൗകര്യം ഒക്കെ ചെയ്ത് വെച്ച് നോക്കൂ, കണ്ടില്ലേ? അതുപോലെ ബുഷ് കൊണ്ട് പല രൂപങ്ങളും കട്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. കസ രൂപത്തിലും കിളികളുടെ രൂപത്തിലും പല രൂപത്തിലും ഒക്കെ കട്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാസ് ചെന്നെത്തുന്നത് കുട്ടികളെ പാർക്കിലേക്കാണ്. അതുപോലെ അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ,
ഇവിടെ ഇപ്പോൾ വാട്ടർ ഫൗണ്ടൻ നിർമ്മിച്ചിട്ടുണ്ട്. നോക്കൂ, നല്ല ടൈൽ പാകിയും നല്ല നീറ്റായിട്ടാണ് വാഴ ഡാമിൽ ഇവ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പോകുന്നത് വാഴ ഡാമിൽ മറ്റൊരു ഹൈലൈറ്റായ ബുഷ് കൊണ്ട് വാഴ ഡാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രസകരമായാണ് ഉള്ള കാഴ്ച. അതിനുശേഷം നമ്മൾ പോകുന്നത് മറ്റൊരു ഹൈലൈറ്റായ വാഴ ഡാമിലെ ചെടിപ്പന്തലിൻ്റെ അവിടേക്കാണ്. ഒരു അന്യായ ഫീലാണ് കേട്ടോ ഈ ചെടിപ്പന്തൽ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെന്നിരിക്കുമ്പോൾ ഒരു അന്യായ ഫീലാണ്, നല്ല കൂളിംഗ് ഒക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത്. നന്നായി കട്ട് ചെയ്ത് വെച്ച് നല്ലൊരു രസകരമായി അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ വേരൊക്കെ കാണാൻ വളരെ ഫീലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ വേറൊരു ഫീലാണ് കിട്ടുക. നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. അതിനുശേഷം നമ്മൾ പോകുന്നത് വാഴ ഡാമിൻ്റെ ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട്, അവിടേക്കാണ്. ഈ കുളമൊക്കെ നിൽക്കുന്ന ഏരിയ കാണേണ്ടതാണ്. അത് രസകരമാണ്. കുളത്തിന് അവിടേക്ക് എത്താനായിട്ട് മുമ്പിൽ വാഴ ഡാമിൻ്റെ കുട്ടികളെ പാർക്കിലേക്കുള്ള വഴി കേട്ടോ. ഗാർഡൻ ടച്ച് ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് പോകാമെന്ന് നോക്കൂ. ആ കുളമൊക്കെ കാണേണ്ടതാണ്. ഇതാണ് കുട്ടികൾക്ക് പാർക്കിലേക്കുള്ള ഡയറക്റ്റ് വഴി. നോക്കൂ, നമ്മളെന്തായാലും കുളത്തിൻ്റെ അവിടെ നിന്ന് തിരിക്കാൻ തീരുമാനിച്ചു. അവിടേക്ക് നോ എൻട്രി എന്ന് ബോർഡ് കണ്ടപ്പോൾ നമ്മൾ അങ്ങ് തിരിച്ചു. ഇതാണ് ഗാർഡനിലേക്കുള്ള മെയിൻ എൻട്രൻസ്. 2 എൻട്രൻസ് ആണുള്ളത്, ഒന്ന് റിസർവോളിലേക്കും ഒന്ന് ഗാർഡനിലേക്കും. അതുപോലെ കുടിവെള്ള സൗകര്യക്കും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. ഒരു വിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടാകും. നമുക്കത് പുറത്തുനിന്നുള്ള കാഴ്ചയാണ് കാണേണ്ടത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ